മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, യേശുവുമായി നിരന്തരം സംവാദങ്ങളിൽ ഏർപ്പെട്ട് യേശുവിനെ വാക്കിൽ കുടുക്കുവാനും ഒരു തെറ്റുകാരനായി ചിത്രീകരിക്കുവാനും സന്ദർഭങ്ങൾ വന്നു ചേർന്നാൽ വധിക്കുവാനും അവസരം കാത്തിരുന്നവരാണ് സുവിശേഷങ്ങളിലെ ഫരിസേയരും നിയമജ്ഞരും. ഇതിനായി നിരവധി തവണ ഇക്കൂട്ടർ കൃത്രിമമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇപ്രകാരമുള്ള ഒരു സന്ദർഭമാണ് നോമ്പ് കാലത്തിലെ 5-ാം ഞായറാഴ്ചയായി ഇന്ന് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള സുവിശേഷ ഭാഗത്ത് നാം കണ്ടുമുട്ടുക. 7-ാം അധ്യായത്തിൽ യേശുവിനെ ബന്ധിക്കുവാനുള്ള ഒരു പരാജയപ്പെട്ട പരിശ്രമത്തിന് ശേഷമാണ് 8-ാം അധ്യായത്തിലെ ഈ പുതിയ പരിശ്രമം എന്നതും വളരെ ശ്രദ്ധേയമാണ്. ജെറുസലേം ദേവാലയത്തിൽ പരസ്യമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന യേശുവിൻ്റെ അടുത്തേക്കാണ് ഫരിസേയരും നിയമജ്ഞരും വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ മാത്രമായി പരസ്യ വിചാരണയ്ക്ക് കടന്നു വരിക. വ്യഭിചാരത്തിനിടയിൽ പിടിക്കപ്പെട്ടവളാണ് ഈ സ്ത്രീ എന്ന് ഈ വചനഭാഗങ്ങൾ തന്നെ സ്പഷ്ടമായിരിക്കെ അവളോട് കൂടെയുണ്ടായിരുന്ന പുരുഷനെ രക്ഷപ്പെടുത്തി ഈ സ്ത്രീയെ മാത്രം വിചാരണയ്ക്കും വിധിക്കുമായി കൊണ്ടുവരുന്നതിൽ തന്നെയുണ്ട് ഇക്കൂട്ടരുടെ കാപട്യവും അവർ ഒരുക്കിയ കെണിയുടെ ആഴവും. ഈശോ ജെറുസലേം ദേവാലയത്തിൽ അനേകരുടെ മധ്യേ ഇരുന്നു കൊണ്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കെ അവളെ പോകുവാൻ അനുവദിച്ചാൽ അവൻ മോശയുടെ നിയമം ലംഘിക്കുന്നവനാകും. വ്യഭിചാര കുറ്റത്തിന് അവളെ വധിക്കൂ എന്നവൻ കൽപ്പിച്ചാൽ യേശു കഠിന ഹൃദയനും ക്രൂരനുമായി മുദ്ര കുത്തപ്പെടും. മാത്രമല്ല, അവൻ നിയമം ലംഘിക്കുന്നവനുമാകും. കാരണം റോമാക്കാർ യഹൂദരിൽ നിന്നും മതപരമായ നിയമലംഘനങ്ങളുടെ പേരിൽ വധശിക്ഷ നൽകുവാനുള്ള അവകാശം ആ കാലഘട്ടത്തിൽ എടുത്തു മാറ്റിയിരുന്നു. അതുകൊണ്ടാണല്ലോ യേശുവിൻ്റെ പരസ്യ വിചാരണ വേളയിൽ വധശിക്ഷ നൽകണമെന്ന ആവശ്യവുമായി റോമൻ ഗവർണറായ പീലാത്തോസിനെ യഹൂദർ സമീപിക്കുക. പാപം ചെയ്തവളാണെങ്കിലും ആ സ്ത്രീയുടെ പാപത്തെ മുതലാക്കി തങ്ങളുടെ സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടി അവളെ ഉപയോഗപ്പെടുത്തുകയാണ് ഈ സുവിശേഷ ഭാഗത്ത് ഫരിസേയരും നിയമജ്ഞരും. ഒരു കുറ്റാരോപിത മാത്രമായിരിക്കെ ജനക്കൂട്ടത്തിനിടയിലൂടെ അപമാനിതയായി നയിക്കപ്പെട്ട് ജനക്കൂട്ടത്തിന്റെ മധ്യേ നിർത്തപ്പെട്ട് ജനക്കൂട്ടത്തിന്റെ പരസ്യ വിചാരണയ്ക്ക് വിധേയയാകുന്നവൾ അവളുടെ ഭാഗം അവതരിപ്പിക്കുവാൻ അവസരം പോലും നൽകിയില്ല എന്നുള്ളത് സ്വാഭാവികമായ നീതിയുടെ നഗ്നമായ ലംഘനമാണ്. തങ്ങളുടെ സ്വാർത്ഥ ലക്ഷ്യങ്ങളെ നേടിയെടുക്കുവാൻ ഇക്കൂട്ടർ അവരുടെ ജീവിത സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തി. നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മറ്റുള്ളവരെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് തികച്ചും ഗൗരവകരമായ തെറ്റാണ് എന്ന് ഈ സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. എൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, എൻ്റെ വ്യക്തിപരമായ ലാഭേച്ഛകൾക്ക് വേണ്ടി ചുറ്റുമുള്ളവരെ, സഹപ്രവർത്തകരെ, ഏറ്റവും പ്രിയപ്പെട്ടവരെ, ജീവിത നിസ്സഹായതയിൽ പ്രതികരിക്കാൻ പോലും ആവാത്തവരെ ഒരു ഉപഭോഗ വസ്തു കണക്ക് ഉപയോഗിച്ച് വലിച്ചെറിയുവാൻ മാത്രം അധപതിച്ചവളാണോ ഞാൻ എന്നതാണ് ഈ സുവിശേഷ ഭാഗം ഉയർത്തുന്ന ഒന്നാമത്തെ ചോദ്യം. വ്യഭിചാരത്തിൽ പിടിക്കപ്പെടുമ്പോൾ വിശ്വസനീയമായ 2 സാക്ഷികൾ മൊഴി നൽകുകയും അവരുടെ മൊഴികളിൽ പൊരുത്തക്കേടുകൾ ഇല്ലെങ്കിൽ തെറ്റു ചെയ്തവർ കല്ലെറിഞ്ഞു കൊല്ലപ്പെടണം എന്നതാണ് മോശയുടെ നിയമം അനുശാസിച്ചത്. അങ്ങനെയെങ്കിൽ ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് കണ്ടുമുട്ടുന്ന ഈ സ്ത്രീയെ അവളിലെ പാപ അവസ്ഥ മരണത്തിൻ്റെ വക്കോളം എത്തിച്ചു. റോമ 6:22 വചനം പറയുന്നു, പാപത്തിൻ്റെ വേതനം മരണമാണെന്ന്. പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നുവെന്ന് യാക്കോബ് ശ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇപ്രകാരം മരണകാരണമാവുന്ന മരണത്തിലേക്ക് എൻ്റെ ശരീരത്തെയും ആത്മാവിനെയും തള്ളിയിടുവാൻ തക്കവിധം പാപത്തിൻ്റെ പ്രവണതകൾ എന്നിലുണ്ടോ എന്നതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം ഉയർത്തുന്ന രണ്ടാമത്തെ ചോദ്യം. ഞാനും നിന്നെ വിധിക്കുന്നില്ല, പൊയ്ക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത് എന്നുള്ള യേശുവിൻ്റെ വാക്കുകൾ വ്യഭിചാരം എന്ന പാപ അവസ്ഥയെ ലഘൂകരിക്കുന്നതോ സാധൂകരിക്കുന്നതോ അല്ല. വ്യഭിചാരം വിവാഹത്തിൻ്റെ പവിത്രതയെ ലംഘിക്കുന്നു എന്ന് മാത്രമല്ല, അത് കുടുംബങ്ങളെ തകർക്കുന്നു, വ്യക്തികളെ മുറിപ്പെടുത്തുന്നു, നിരപരാധികളായ കുട്ടികളെ അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിയിടുന്നു. കുടുംബങ്ങളുടെ വിശുദ്ധിക്കും പവിത്രതയ്ക്കും മങ്ങലേൽപ്പിച്ചുകൊണ്ട് വിവാഹങ്ങളെ നശിപ്പിക്കുന്നു, ദൂരവ്യാപകമായി വ്യക്തികളെ നശിപ്പിക്കുന്നു.
ഞാനും നിന്നെ വിധിക്കുന്നില്ല, പൊയ്ക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത് എന്ന യേശുവിൻ്റെ ഈ വാക്കുകൾ അവൾക്ക് സംലഭ്യമാകുന്ന പാപമോചനത്തിലേക്ക്, രക്ഷയിലേക്ക് വെളിച്ചം വീശുന്നതാണ്. യേശുവിനെ കണ്ടുമുട്ടുന്നതുവരെ പാപം അവളെ മരണത്തിൻ്റെ വക്കോളം എത്തിച്ചുവെങ്കിൽ, മറ്റുള്ളവർ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അവളെ ഉപയോഗപ്പെടുത്തിയെങ്കിൽ, യേശുവിൻ്റെ വാക്കുകളും പ്രവൃത്തിയും പാപമോചനത്തിലേക്ക്, മാനസാന്തര വഴികളിലേക്ക് അവളെ കൈപിടിച്ചുയർത്തുവാൻ തക്കവിധം ശക്തമായിരുന്നു. നമ്മിലെ ചെറുതും വലുതുമായ പാപ അവസ്ഥകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് മാനസാന്തര വഴികളിലൂടെ സഞ്ചരിച്ച് ക്രിസ്തു നൽകുന്ന പാപമോചനവും രക്ഷയുടെ അനുഭവവും പുതുജീവനും സ്വായത്തമാക്കുവാൻ ഇന്നത്തെ സുവിശേഷ ഭാഗം ഈ നോമ്പുകാലത്ത് നമുക്ക് പ്രചോദനമാകട്ടെ. ആമേൻ.